ഇങ്ങനത്തെ ഒരു തറവാട്ടി പറഞ്ഞിട്ടാണോ ഇവനക്ക് വൃത്തിയോട് കളിക്കുന്നത്? വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പിടിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? സാറേ സത്യം ഇവര് പറയും. അച്ഛാ, ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇയാളുടെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചല്ല, കയറി പിടിച്ചു. അത് വേണോ? പിടിച്ചോടാ. മായാണെങ്കിൽ എന്താ അതിലേക്ക് കയറി പിടിക്കാൻ സംസാരിച്ചൂടെ? കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? നിന്നെ ഞാൻ കുടുംബത്തിന്റെ മാനം കളയാൻ ജനിച്ചവരാണോ നീ? എന്താ എന്താ ഇത്? മുത്തച്ഛ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛ. എന്റെ കാല് എന്നെ വിശ്വസിക്കും മുത്തച്ഛ. കണ്ടോ, ഇപ്പൊ ബോധ്യായോ? ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ, ഇതാണ് മായ, എന്റെ മായ. ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ? അതേ മുത്തച്ഛ, പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുകണം. എന്താ സാറേ ഇതിന്റെയൊക്കെ അർത്ഥം? ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോളാ മായ. സംശയം തൊട്ടു നോക്കാൻ പറ, അല്ല ചോദിച്ചു നോക്കാൻ പറ. വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായ ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു. നല്ല നാടൻ കത്തിയുണ്ടാവും ഓർമ്മ ഈ വീട്ടിലെടുക്കാൻ. എന്താ വേണോ? വേണം. അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കൈ ഒന്ന് വെട്ടിക്കള. ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം. നിങ്ങൾക്കെങ്കിലും എന്നോട് സത്യം പറയായിരുന്നില്ലേ? അപ്പൊ ഈ നേരം വരെ പറഞ്ഞ ഇത് സത്യമല്ലേ? ആ നിൽക്കുന്നതാണ് ശരിയായ മായ. റോഡിൽ വെച്ചാണ് തന്നെ ഗുജറാത്തി മായ. ക്ഷമിക്കണം, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊത്തിവെച്ചതുപോലെയാണ് എന്റെ ഭാര്യ. ഇനിയൊന്നും നോക്കണ്ടേ, ഇത് തന്നെ നമ്മുടെ കളി. അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ. പേര് മാനസേശ്വരി ഗുപ്ത. സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചക്ക് മുമ്പ് ഞാനെങ്ങാനും ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി അതേ അബദ്ധം എനിക്കും പറ്റിയേ. അയ്യോ, നോക്കും ശിശുക്കുട്ടി, നിങ്ങളൊരു മാന്യനാണ്. ഈ തെറ്റ് ചെയ്തതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തല്ലുതല്ല. ശിവൻകുട്ടി, മതി, മാപ്പ് പറഞ്ഞത് മതി. സാരമില്ല. സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നിലവിട്ട് പെരുമാറിയെന്ന് വരും. അതിലൊരു തെറ്റുമില്ല. ഇത് സർവ്വസാധാരണമാണച്ച. എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശാലമാണെന്ന് വിചാരിച്ച് ഞാനും ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ പോയതല്ലേ. പിന്നെ ഭാഗ്യത്തിനൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ 6 പേരുണ്ട് ഏട്ടാ. ആഹാ. ആ എന്ന് വെച്ച ഏട്ടനെ പോലെ 6 പേര്, എന്നെ പോലെ 6 പേര്, 6 മായമാര്, 6 അച്ഛന്മാര്, 6 ശിവൻകുട്ടിമാര്, 6 കമലാക്ഷിമാര്. അപ്പോ ഇതുപോലെ ഓരോ സഹദേവന്മാരും ഉണ്ടാവുമല്ലോ. ഉണ്ടാവേട്ടാ. അതെ, ശരിയാണ്. ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ? മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ആ അങ്ങനെ പറ. അപ്പൊ സാറ് ഡോക്ടറാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിവിടെ അച്ഛന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ. എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവരാ നോക്കുന്നത്. ഹോസ്പിറ്റൽ കെട്ടാൻ ഒരു 19 ഏക്കറെങ്കിലും വേണ്ടി വരും. സ്ഥലം നോക്കുന്നേ ഉള്ളൂ. അതെ, സെന്റിന് എത്ര കൊടുക്കും? പണമൊക്കെ ആര് നോക്കുന്നു ചേട്ടാ? പണം ഇന്ന് വരും, നാളെ പോവും. ജീവിക്കുന്നിടത്തോളം കാലേ മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തയ്ക്ക് ജനിക്കണം. നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം. നിങ്ങൾ രണ്ടാളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കെട്ടണം. അത്രേ ഉള്ളൂ എന്റെ ജീവിതാഭിലാഷം. നിങ്ങളെ കാണുമ്പോ എനിക്ക് എന്റെ മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ബഹളം വെക്കേണ്ടി വന്നതിൽ എനിക്ക് മാപ്പ് വരണം. വരട്ടെ. നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി. മാനസേശ്വരി. ശിവൻകുട്ടിയേട്ടാ, എന്താ മായേ? എന്നാലും എന്താ ശിവൻകുട്ടിയേട്ടാ കേട്ടതൊക്കെ? വേറൊരാളുടെ ഭാര്യയുടെ പിന്നാലെ പോയി. അയ്യോ, മായ എന്താ പറയുന്നത്? ആ മായ കണ്ടിട്ടുള്ളൂ. മായ കണ്ടു കഴിഞ്ഞാൽ മായ വരെ മായ തന്നെ വിളിക്കും. മായ എന്നെ തെറ്റിദ്ധരിക്കരുത്. ചെറിയച്ഛൻ പറഞ്ഞത് മായ കേട്ടില്ലേ? ഒരാളെ പോലെ തന്നെ വേറെ 6 പേരുണ്ടാവും അത്രേ. ഓ, അത് ശരി. അപ്പൊ എന്റെ പേരും പറഞ്ഞ് ഇനി 5 പേരെ കൂടി കയറി പിടിക്കാനല്ലേ? ശിവൻകുട്ടിയേട്ടൻ ഇനി എന്റെ മുമ്പിൽ കണ്ടുപോയത്. മായേ ഒന്ന് നിൽക്കൂ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. എന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹം തേടാൻ എനിക്ക് വയ്യ. മായ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഒരു പാവന ഹൃദയവുമായി ഈ തറവാട്ടിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന് എന്തിനായിരുന്നു മായ ഒരുപാട് പഠിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ 4 എണ്ണം തോറ്റു. അതെന്റെ കുറ്റമല്ല.
ചെറിയച്ഛൻ ചതിച്ചു എന്ന് പറഞ്ഞ് സത്യവതി ടീച്ചർ എന്നെ മനഃപൂർവ്വം തോപ്പിച്ചതാ. ഏത് സത്യവതി ടീച്ചർ? സത്യവതി ടീച്ചർ, അന്നത്തെ ഹെഡ് മിസ്ട്രസ്. ചെറിയച്ഛനും ടീച്ചറും തമ്മിൽ പരസ്പരം ലവ് ചെയ്ത് ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോഴല്ലേ മുത്തച്ഛൻ ചെറിയച്ഛനെ കുളത്തിനരിയുള്ള പുളിമരത്തിൽ കെട്ടിട്ട് അടിച്ചത്. അതോടെ ആ പ്രേമം കുളത്തിലുമായി, എന്റെ ജീവിതം വെള്ളത്തിലുമായി. മായ അതൊക്കെ മറന്നുകള. ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത്. ആരെന്ത് പറഞ്ഞാലും മായ എനിക്കിഷ്ടമാണ്, എനിക്ക് മായയെ ഇഷ്ടമാണ്. ഒരു ഹൃദയം നിറയെ സ്നേഹവുമായി ലോകാവസാനം വരെ മായയെ ഒരു നിധി പോലെ ഞാൻ കാത്തുസൂക്ഷിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയും. ഈ ഹൃദയം നിറയെ കൊളസ്ട്രോൾ ആണെന്ന ചെറിയച്ഛനും ചെറിയമ്മയും ദേവകിയമ്മയും ഒക്കെ എന്നോട് പറഞ്ഞത്. ആണോ? കൊളസ്ട്രോൾ വന്നാ മരണം ഉറപ്പാ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ശിവൻകുട്ടിയേട്ടൻ എന്നെ മറന്നേക്ക്. ഒന്ന് നിർത്തണോ? അമ്മിക്കല്ലില്ല, മൂത്ത് നടിച്ചൊരു തന്തക്കല്ലുണ്ട്. കൊത്താമോ? ഒന്ന് പോടോ. ഹൃദയം അമ്മിക്കല്ല് വെത്താനുണ്ട്, ആട്ടുകല്ല് കൊത്താനുണ്ട്, പഴയ പാവ വിൽക്കാനുണ്ട്. വാപ്പാ ഇങ്ങനെ കുഴമ്പും വരട്ടി ചൂടും പിടിച്ച് വേദനിച്ച് കരയുന്നതിൽ ഒരു അർത്ഥമില്ല. ഒക്കെ മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നാ മുത്തശ്ശന്റെ വാശി. അതുകൊണ്ടാ ഇത് മാറാത്തെ. ഉളുക്കിയതാ മോളെ. വയസ്സാവുമ്പോ ഇത്തരം ഉളുക്കും ചതവും ഒക്കെ മാറാൻ സ്വല്പം സമയമെടുക്കും. പിന്നെ ശരീരത്തിന്റെ വേദന, അതൊരു വേദനയായിട്ട് ഞാൻ എടുക്കാറില്ല. മനസ്സ് വീഴരുത്. മോള് വന്നതോടെ മനസ്സിലെ സകല വിഷമങ്ങളും തീർന്നു. മുത്തച്ഛൻ ഇപ്പോ വലിയ സന്തോഷത്തിലാ. മുത്തശ്ശൻ ഞാൻ വേണ്ട, മോൾ എന്താ പറയാൻ പോകുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായി. മുത്തശ്ശൻ ഒരു ഡോക്ടറെ കാണണം, അത്രയല്ലേ വേണ്ടൂ. അന്ന് വന്ന് എന്റെ കാല് വന്നിച്ചു പോയ ഒരു ഡോക്ടറില്ലേ, എനിക്കവനെ വളരെ ഇഷ്ടായി. വാസുണ്ണി അയച്ച് അവനൊന്ന് വരാൻ പറഞ്ഞാലോ? കാര്യമായിട്ട് എവിടെയോ ഒരു വീക്ക്നെസ് ഉണ്ട്. അല്ലെങ്കിൽ ആ കൊള്ള ഇത്ര നേരം നഞ്ഞത്ത് വെക്കില്ല. അധിക നേരം ഈ കുഴലും വെച്ച് നിന്നാൽ സംഗതി ആകാബദ്ധമാവും. ദാസനും കാണുന്നില്ലല്ലോ. ये क्या भाई, उधर से बच्चों के निकलेगा? हमको बड़ा मुश्किल हो गया, बहुत कष्ट हो गया. സാലെ ബുദ്ധു, ഒരാളെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിന്നോടാരാ പറഞ്ഞത്? कौन बोला? हमको कोई भी नहीं बोला. डॉक्टर जी गया, बच्चा बहुत रोया, मैं बहुत परेशान हो गया. डॉक्टर जी कहाँ गया, कुछ नहीं बोला. എന്തോന്ന് നെഹിം പോലെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നെ? ഒരമ്മയ്ക്ക് 10 മാസം കുഞ്ഞിനെ ചോർന്ന് പ്രസവിക്കാമെങ്കിൽ ഒരു 10 മണിക്കൂർ അമ്മയില്ല നമുക്ക് ഈ കുഞ്ഞിനെ നോക്കിക്കൂടാ? हमको माफ करो डॉक्टर जी. दीदी इधर है, यहाँ कंडी लगे. दीदी इतनी अच्छी दस में इधर आ गया, हमको पहले नहीं मालूम. दीदी दीदी നാറ്റിക്കരുത്. അത് മനസ്സേശ്വരിയല്ല, ഈ വീട്ടിലെ മായയാണ്. वो माया नहीं है, मेरे मानसेश्वरी दीदी है. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവന്റെ വിചാരം ഈ കുട്ടി മാനസേശ്വരി എന്ന. അവള് രാവിലെ ബാങ്കിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കുട്ടി നിലവിളിച്ചപ്പം അടുത്ത മുറിയിലുള്ളവർ കംപ്ലൈന്റ് ചെയ്ത് കാണും. ഹോട്ടലല്ലേ, എന്താ ചെയ്യാ? बच्चा खर्च हो गया, मैं क्या करूंगा बोलो. ഇവൻ ആരാ? സാറിന്റെ കമ്പൗണ്ടർ? കമ്പൗണ്ടർ ഒന്നുമല്ല, സാക്ഷാൽ അളിയൻ, മാനസേശ്വരിയുടെ ഇളയ അനിയൻ പരമാനന്ദ ഗുപ്ത. മലയാളം അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ചിങ്ങോട്ട് പറയുമ്പോ ഹിന്ദിയിലാവുന്നു മാത്രം. देखो महान, ये कुटी बाई प्लस दीदी प्रोडक्शन नंबर 1 है. दीदी बैंक में जाना, बेटी होटल से खर्चिल हो गया, थोड़ा आदमी कंप्लेंट हो गया, मैं इधर से आया. मैं क्या करूं सजनी? वो मानसेश्वरी नहीं गई. ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും. ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഡോക്ടർ പോണ കാര്യം എന്താണെന്ന് ചോദിക്കും. അയാൾ എന്താ പറഞ്ഞേ? ആകെ പ്രശ്നമാണെന്നാ പറഞ്ഞേ. ഡോക്ടറെ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എന്താ ഡോക്ടറുടെ പ്രശ്നം? വാടകയ്ക്ക് ഒരു വീട് കിട്ടാനില്ല മുത്തച്ഛ, അത് തന്നെ എന്റെ പ്രശ്നം. ഇതൊരു പ്രശ്നമാക്കി എന്നെ ഇങ്ങനെ പെരുവഴിയിൽ ഇട്ടും വെച്ച് നിങ്ങൾ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടണ്ട. തൽക്കാലത്തേക്ക് ഒരു ചെറിയ വീട് ഞാൻ തരാം. കുറെ കൂടെ വലുത് വേണമെന്ന് തോന്നിയാലേ അപ്പം മാറാലോ. പടിഞ്ഞാറ്റും വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്?
എന്തെങ്കിലും അച്ഛാ? അത് തുറന്നു വൃത്തിയാക്കി ആ താക്കോല് ഡോക്ടറുടെ കയ്യിൽ കൊടുക്ക്. അവരവിടെ താമസിക്കട്ടെ. വാടകയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇതാ ഇതൊരു കുപ്പി വീതം ഒരു 6 മാസം കൊണ്ട് സേവിക്കുക. ധാരാളം വെള്ളവും കുടിക്കുക. എന്തുമാത്രം വെള്ളം കുടിക്കേണ്ടി വരും? ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കൂടെ പിടിക്കുക. അതല്ല, മഴവെള്ളം കുടിക്കണമെന്ന്. അതും ലേശാവാം. എന്തായാലും വെള്ളം കുടിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവനുണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്ര. നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല, കൊളസ്ട്രോൾ. അത് തന്നെ. പോയിക്കോളൂ. എന്താ ശിവകുട്ടിയേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ? ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തില് തന്നെ? അച്ഛൻ മരുന്ന് തന്നിട്ടുണ്ട്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസുമതി. വരട്ടെ, പോട്ടെ. ശിവൻകുട്ടിയേട്ടാ, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ, ആ മാനശേശ്വരി ചേച്ചി. ഉണ്ടോ? വെച്ചോ വെച്ചോ. എടാ വാസുണേ, അവരെന്തിനാടാ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പരി വന്നിരിക്കുന്നേ? കാറ്റുകൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ടി നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെയില്ലേ, ധൈര്യമായിട്ട് പോ. എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ, പരമാനന്ദ ഗുപ്തച്ചേട്ടൻ. പരമാനന്ദ ഗുപ്ത. आप कैसा है? सिल्वर फ्लस में सफींदर गुल्फी ഉട്ടാലങ്ങിന്റെ ജൂഹു ബീച്ച് में ദിൽബാർ है. കുത്തി പൊട്ടും. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ അന്ന് അറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഹേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി MA. കൈതരൂ. ये क्या करता है साहब? ये आपका माया देवी है. താൻ പോടോ. ഈ വിചിത്ര ജീവി എവിടെ കിട്ടി മാനസേശ്വരി ദേവി? എനിക്ക് അറിഞ്ഞൂടാ ശിവൻകുട്ടിയേട്ടാ, അതാ ഡോക്ടറോട് ചോദിക്കണം. അയ്യോ, മായാണിത്. അയ്യോ, ये आप भी गरम हो गया.